ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തായി തൃക്കാക്കര നോർത്ത് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം മനോഹരമായ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4,300 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2,300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 3.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. കൂടാതെ എയർപോർട്ട് സീപോർട്ട് റോഡ് വള്ളത്തോൾ ജംഗ്ഷനിലേക്ക് 4 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 1 കിലോമീറ്ററുമാണ്. ഒത്തിരി വില്ലകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായൊരു കൊളോണിയൽ സ്റ്റൈൽ എലിവേഷൻ തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. മുനിസിപ്പൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. ക്ലാഡിംഗ് സ്റ്റോണൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ല മനോഹരമായ ചുറ്റുമതിൽ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ വലിയൊരു കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. കവേർഡ് കാർ പാർക്കിംഗ് കൂടാതെ തന്നെ ഇവിടെ മറ്റൊരു SUV കാർ കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിൻ്റെ മുന്നിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ മുൻവശത്തായി ചെറിയൊരു ഗാർഡൻ ഏരിയയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതായും നമുക്കിവിടെ കാണാം. ബാംഗ്ലൂർ സ്റ്റോണുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് വളരെ മനോഹരമാക്കി തന്നെയാണ് മുറ്റം ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന നല്ലൊരു ഗ്രാനൈറ്റ് തന്നെയാണ് സിറ്റ് ഔട്ടിലായി യൂസ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി ക്ലാഡിംഗ് വർക്കുകൾ കൊണ്ടുള്ള നല്ലൊരു ഡിസൈനും ഇവിടെ കാണാം. മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന 2 പാളികളുള്ള നല്ലൊരു മെയിൻ ഡോറും ഇവിടെ നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെയാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. വലിയ 3 പാളികളുള്ള ഒരു ഫ്രഞ്ച് വിൻഡോയും ഇവിടെ നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും നമുക്കിവിടെ കാണാം. വളരെ മനോഹരമായൊരു സീലിംഗ് വർക്കും ഈ വീടിൻ്റെ ലിവിംഗ് ഏരിയയിൽ നമുക്ക് കാണാം. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് സ്പേസിലേക്കാണ്. വളരെ വിശാലമായ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്കിവിടെ ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു വശത്തായി ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത് ഓപ്പണിംഗ് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെയും ചെയറൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിൽ വളരെ മനോഹരമാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഡിസൈനും സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് ജാഗ്വാർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സോട് കൂടിയാണ് ഇവിടെ വാഷ് കൗണ്ടർ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചണിലേക്കാണ്. മൾട്ടിവുഡിൽ തീർത്ത നല്ലൊരു ക്രോക്കറി യൂണിറ്റും സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് നൽകിയിരിക്കുന്നത്. വുഡൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ വീടിൻ്റെ കിച്ചൺ കബോർഡ് ചെയ്തിരിക്കുന്നത്. ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ അട്രാക്റ്റീവായി തന്നെയാണ് ഈ വീടിൻ്റെ കിച്ചൺ കബോർഡ് ചെയ്തിരിക്കുന്നത്. നാനോ വൈറ്റ് ടൈലുകളാണ് കിച്ചൺ ടോപ്പായി യൂസ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഷെയ്ഡിലുള്ള മാറ്റ് ടൈലുകൾ ഫ്ലോറിങ്ങിലും യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിൽ കാണാം. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമെയായി ഇവിടെ നല്ലൊരു വർക്ക് ഏരിയ കൂടി ബിൽഡർ ആഡ് ഓൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു സിങ്കും സ്റ്റോറേജ് സ്പേസ് എല്ലാം നൽകി വളരെ ഭംഗിയാക്കി തന്നെയാണ് വർക്ക് ഏരിയ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ജാഗ്വാർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗ്ലാസ് പാർട്ടീഷനൊക്കെ കൊടുത്ത് ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 1ാമത്തെ ബെഡ്റൂമിനെ അപേക്ഷിച്ച് അല്പം ചെറിയൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നതും നമുക്ക് കാണാം. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം.
ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തീർത്തിരിക്കുന്ന ഹാൻഡ് റെയിലുകളാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. സ്റ്റെയർവേ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീട്ടിലെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെയും നല്ലൊരു TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. സ്റ്റെയർവേ കയറി വരുന്ന ഭാഗത്തായി മനോഹരമായൊരു ഷാൻലിയറും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഇടതുവശത്തായി ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ സ്റ്റഡി റൂമിലേക്കാണ്. ഏകദേശം 9 അടിയോളം നീളത്തിൽ തന്നെയാണ് ഈ സ്റ്റഡി റൂം നൽകിയിരിക്കുന്നത്. ഒരു സ്റ്റഡി റൂമായോ ഓഫീസ് റൂമോ ഒക്കെയായി ഈ റൂം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടിയോളം നീളത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ തന്നെ ചെറിയൊരു സ്റ്റഡി ടേബിളും കൊടുത്തുകൊണ്ടാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. അടുത്തതായി നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. ഈ വീട്ടിലെ എല്ലാ റൂമുകളെയും അപേക്ഷിച്ച് ഏറ്റവും വലിയ ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂം. ഏകദേശം 13 അടിയിൽ കൂടുതൽ നീളം മാത്രം ഈ ബെഡ്റൂമിന് വരുന്നുണ്ട്. കൂടാതെ ബെഡ്റൂമിന്റെ ഒരു ഭിത്തിയിലായി 4 പാളികൾ കൊണ്ടുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ബേ വിൻഡോയും നൽകിയിരിക്കുന്നതായി നമുക്ക് കാണാം. മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ബെഡ്റൂമിൽ കാണാവുന്നതാണ്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ വീട്ടിലെ എല്ലാ ബാത്റൂമുകളും വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു L ഷേപ്പിലുള്ള ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് യൂസ് ചെയ്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത്. ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസ് തന്നെയാണ് ഈ വീടിന്റെ ബാൽക്കണി. ഈ മനോഹരമായ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. 4,300 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2,300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോട് കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,05 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ മനോഹരമായ വില ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.